വെൽക്കം ബാക്ക് ടു യു മീഡിയ. ഇതൊരു കുക്കിംഗ് വീഡിയോ ആണ്. നെയ്ച്ചോർ എങ്ങനെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാമെന്നാണ്. നമ്മുടെ വീട്ടിൽ പെട്ടെന്നൊരു ഗസ്റ്റ് വന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ സിമ്പിളായിട്ട് നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ടൊരു കുഞ്ഞു ബെൽ ബട്ടൺ കൂടി കാണും. അതുകൂടി പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പോൾ നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് കാണാം. നെയ്ച്ചോർ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ കൈമ റൈസ് ഇതേ വലിപ്പത്തിലൊരു ഗ്ലാസ്സിലാണ് എടുക്കുന്നത്. ഏകദേശം ഒരു 200 ഗ്രാമോളം കൈമ റൈസ് കാണും. അതൊരു 15 മിനിറ്റ് നേരം സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അതേസമയം തന്നെ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് തിളയ്ക്കുമ്പോഴേക്കും ഇതിലേക്ക് കാഷ്നട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇതൊരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും ഇതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ ഓയിലിലാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യിൽ ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓരോരുത്തരുടെയും താല്പര്യത്തിനനുസരിച്ച് ചെയ്തു കൊടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേ എണ്ണയിൽ തന്നെ ഞാനൊരു വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും ഒരു പിഞ്ച് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇതൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കിക്കോളൂ. ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴേക്കും നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ നെയ്ച്ചോർ ഉണ്ടാക്കുന്നത് പ്രഷർ കുക്കറിലാണ്. പ്രഷർ കുക്കർ അടുപ്പിലേക്ക് വെച്ച് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യോ ബട്ടറോ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കറുകപ്പട്ട, തക്കോലം, ഷാജീരകം, ഗ്രാമ്പൂ, ഏലക്ക, ബേ ലീവ്സ് ഇവയെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഈ ഷാജീരകത്തിൻ്റെ ഈ സ്പൈസസിൻ്റെയൊക്കെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇപ്പോൾ. ഇനി ഇതിലേക്ക് ഒരു സവാള സ്ലൈസായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന കൈമ റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിത് 3 വെള്ളത്തിൽ കഴുകിയതിന് ശേഷം 5 മിനിറ്റ് ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ച് ഇതിന് ശേഷം കഴുകിയെടുത്തിട്ടുള്ളതാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഈ റൈസ് എല്ലാം ഒന്ന് വിട്ട് വരുന്നിടം വരെ നന്നായിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൽ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇതേ ഗ്ലാസ്സിൽ തന്നെ 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ക്യാരറ്റിൻ്റെ പകുതി സ്ലൈസായിട്ട് അരിഞ്ഞതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി നമുക്ക് പ്രഷർ കുക്കർ ഒന്ന് അടച്ചു കൊടുക്കാം. വിസിലില്ലാതെ വേണം അടച്ചു കൊടുക്കാൻ. ഇപ്പോൾ കുമിള വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് വെയിറ്റ് ഇട്ട് കൊടുക്കാം. 2 വിസിലടിച്ചതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് പ്രഷർ പോയതിന് ശേഷം മാത്രം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് കുഴയാതെ തന്നെ, ഒട്ടും വെള്ളമില്ലാതെ തന്നെ നന്നായിട്ട് റൈസൊക്കെ വിട്ട് വന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് വെള്ളം ഒഴിക്കുന്ന ഒരളവാണ്. നമ്മൾ 1 ഗ്ലാസ് റൈസാണ് എടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് വെള്ളം വേണം ഒഴിച്ചു കൊടുക്കാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കുഴഞ്ഞു പോകും. ഇവിടെ ഒട്ടും കുഴഞ്ഞു പോയിട്ടില്ല, എല്ലാം വിട്ട് വരുന്ന പരുവത്തിലാണ്. നന്നായിട്ട് ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്തെടുക്കാവുന്നതേ ഉള്ളത്. നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ നെയ്ച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക്